പഴമക്കാർക്ക് അറിയാമെങ്കിലും പുതുതലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഒരു ചേമ്പില വർഗ്ഗത്തിൽപ്പെടുന്ന ഇത്. നമ്മൾ തോരൻ വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് താള്. ഈ തണ്ടിനാണ് താളെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ തളിരിലയും നമുക്ക് ഉപയോഗിക്കാം. തോരൻ വെക്കാനും പല പല കറികൾ ഉണ്ടാക്കാനുമൊക്കെ നല്ല സാധനമാണ്. ശരീരത്തിന് ഏറെ നല്ലൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ താളും കുറച്ച് തളിരിലകളും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് ഈ താളിൻ്റെ നേരിയ ഒരു പാടയുണ്ട് മുകളിൽ, അതിനെ ഉരിഞ്ഞു കളയാം. ഇപ്പം താള് കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ വന്നിട്ട് നമുക്ക് തോരൻ അരിയുന്നത് പോലെ ചെറുതായി അരിയാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചത്, അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം, പിന്നെ നല്ല പച്ച കാന്താരിയാണ്, പിന്നെ ചെറുതായി എരിഞ്ഞു വെച്ച സവാള 2 എണ്ണം, അല്പം കറിവേപ്പില, അല്പം ജീരകം, വെളുത്തുള്ളി ഒരു 4 അല്ലി. അപ്പോൾ ഈ തേങ്ങയും കാന്താരിയും ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. ചൂടായ കടായിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചതച്ച് വെച്ച തേങ്ങായും കാന്താരിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച താളിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ 2 മുട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. ഇപ്പോൾ താള് തോരൻ റെഡിയായിട്ടുണ്ട്. ഏറെ രുചികരവും അതിലേറെ ഔഷധ ഗുണവുമുള്ള താള് തോരൻ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബായ്.